ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ ഇപ്പോൾ ആസ്പിൻവാൾ പരിസരത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ലൈംഗിക അതിക്രമം കാരവാനിൽ വെച്ചാണ് സംഭവിച്ചത്. നേരത്തെ സിനിമാ ചിത്രീകരണത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് കാരവാനിൽ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടായത്, ഗൗരവതരമായ കുറ്റകൃത്യം ഉണ്ടായത് എന്നതാണ് പോലീസിന്റെ നിഗമനം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. രഞ്ജിത്തിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. രാഗിൻ വിവരങ്ങളുമായുണ്ട്. രാഗിനി, ആസ്പിൻവാൾ പരിസരത്തേക്ക് എത്തിച്ചത് ചിത്രത്തിന്റെ ലൊക്കേഷൻ അവിടെ ആയതുകൊണ്ടാണല്ലോ. ഇവിടെ മാത്രമാണോ ഇന്നത്തെ തെളിവെടുപ്പ്? എത്ര നേരമായി അവിടെ എത്തിച്ചിട്ട്? അല്പസമയം മുമ്പാണ് സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് സംഘം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പ് നടത്തുകയാണ്. ആസ്പിൻവാൾ പരിസരത്താണ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ സിനിമയുടെ ലൊക്കേഷനുകളിലൊന്ന് ഇവിടെയായിരുന്നു. ഇവിടെ വെച്ചാണ് ഈ കാരവാനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സ്ഥലത്തെത്തിച്ച് പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം വനിതാ സ്റ്റേഷനിൽ നിറക്കി നേരെ ഈ രഞ്ജിത്തിനെ കൊണ്ടുവന്നത് ഇവിടേക്കാണ്. ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ പരിസരത്ത് ഇവിടെ എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇതിനുശേഷം ഒരുപക്ഷെ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് AR ക്യാമ്പിൽ കാരവാനുള്ള സ്ഥലത്തേക്കായിരിക്കും രഞ്ജിത്തിനെ എത്തിച്ച് പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുക. അങ്ങനെ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. തുടർന്ന് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ജനുവരി 30-നാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഈ ലൊക്കേഷനിൽ വെച്ച് കാരവാൻ ഉണ്ടായിരുന്നു. കാരവാനിൽ വെച്ചാണ് മോശമായി പെരുമാറുന്നത്. മോശമായി പെരുമാറിയ ശേഷം ഈ ആക്ട്രസ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ അടുത്തുള്ള മറ്റ് സഹപ്രവർത്തകരടക്കം കണ്ടു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ അടക്കം അടിസ്ഥാനത്തിൽ പോലീസ് അനുബന്ധ വിവരശേഖരണം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രദേശത്ത് എത്തിച്ച് രഞ്ജിത്തിനെ തെളിവെടുപ്പ് നടത്തുന്നു പോലീസ് സംഘം. അതിനുശേഷം ഇവിടെ നിന്ന് ഉടൻ തന്നെ മടങ്ങും. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്തിനെ വീണ്ടും ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ഒരുപക്ഷെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ തന്നെ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും ഇക്കാര്യം അറിഞ്ഞു. സെറ്റിലുണ്ടായിരുന്നവരോട് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വലിയ അതിക്രമം അവിടെ ഉണ്ടായി എന്നത് അവിടെയുള്ള ആളുകൾക്കും ബോധ്യം വന്നതാണ്. ആ സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചായിരുന്നു രാഗിൻ. ഫോർട്ട് കൊച്ചിയിലെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങൾ പോലീസ് നീക്കുന്നത്. കാരവാൻ ഉൾപ്പെടെ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. ആസ്പിൻവാൾ പരിസരത്താണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് ലൈംഗിക അതിക്രമം നടത്തി എന്നതാണ് കേസ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗൗരവതരമായ പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിഗൗരവതരമായ പരാതിയാണ് എന്നത് പോലീസും നേരത്തെ സ്ഥിരീകരിച്ചതാണ്. അക്കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ വ്യക്തമാക്കിയതുമാണ്. രഞ്ജിത്തിനെ നിരീക്ഷണത്തിൽ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം, തെളിവ് ശേഖരണം പോലീസ് നടത്തി. ഗൗരവതരമായ സംഭവം ഉണ്ടായി എന്നത് പ്രാഥമികമായി തന്നെ പോലീസിന് ബോധ്യപ്പെട്ടു എന്നത് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നതാണ്. അറസ്റ്റ് ഒരുപക്ഷെ ഉണ്ടായേക്കും എന്നത് മനസ്സിലാക്കി ഒളിവിൽ പോകാൻ രഞ്ജിത്ത് ശ്രമിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് രാത്രി തന്നെ അറസ്റ്റ് ചെയ്തത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. മാത്രമല്ല, രഞ്ജിത്ത് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു എന്നത് രഞ്ജിത്ത് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ വനിതാ ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനും അതീവ രഹസ്യമായി രൂപം നൽകിയിരുന്ന പോലീസ് രാഷ്ട്രീയമായ ഇടപെടലുകൾക്കുള്ള സാഹചര്യം പോലും ഒഴിവാക്കിക്കൊണ്ട് രഹസ്യമായുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലീസിന് കുറെ കൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന നിരീക്ഷണവുമുണ്ട്. അതുകൊണ്ട് വേഗത്തിലുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെയാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആസ്പിൻവാൾ പരിസരത്ത് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്.